അനാലിസിസിനകത്തുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ രണ്ടാമത് ചെയ്യുന്നതും ഒരു ബേസ് എസ്റ്റിമേഷൻ ആണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനകത്ത് NaOHന്റെ എസ്റ്റിമേഷൻ ചെയ്തു. NaOH എന്ന് പറഞ്ഞ ബേസിന്റെ എസ്റ്റിമേഷൻ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്നത് Na2CO3 സോഡിയം കാർബണേറ്റ്, Na2CO3 ആയിട്ടുള്ള സോഡിയം കാർബണേറ്റിന്റെ എസ്റ്റിമേഷൻ ആണ്. നമുക്ക് 4 ബേസ് എസ്റ്റിമേഷനാ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന് NaOHന്റെ എസ്റ്റിമേഷന്, അതല്ലെങ്കിൽ KOHന്റെ എസ്റ്റിമേഷൻ, ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOHന്റെ എസ്റ്റിമേഷന്, അതല്ലെങ്കിൽ KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എസ്റ്റിമേഷന്. NaOHന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ KOHന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം NaOH ചെയ്യിപ്പിച്ചു, അതുപോലെ തന്നെയാണ് നമ്മൾ KOHന്റെ എസ്റ്റിമേഷനും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരാവുന്ന രണ്ട് ബേസ് എസ്റ്റിമേഷൻ ആണ് Na2CO3 സോഡിയം കാർബണേറ്റിന്റെ എസ്റ്റിമേഷനും, അതല്ലെങ്കിൽ K2CO3 പൊട്ടാസ്യം കാർബണേറ്റിന്റെ എസ്റ്റിമേഷനും. അതായത് Na2CO3 ആയിട്ടുള്ള സോഡിയം കാർബണേറ്റിന്റെ എസ്റ്റിമേഷനും K2CO3 ആയിട്ടുള്ള പൊട്ടാസ്യം കാർബണേറ്റിന്റെ എസ്റ്റിമേഷനും. അങ്ങനെ നമുക്ക് ടോട്ടൽ ആയിട്ട് 4 ബേസ് എസ്റ്റിമേഷൻ ഉണ്ട്. നമ്മളിപ്പോ രണ്ടാമത്തെ ബേസ് എസ്റ്റിമേഷൻ ആണ് ചെയ്യുന്നത്. അത് NaOHന്റെ എസ്റ്റിമേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത NaOHനെ ചെയ്തു, കാരണം KOHന്റെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത് NaOH ചെയ്യുന്നത് പോലെ തന്നെയാണ് KOHന്റെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ NaOH കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത രണ്ടാമത്തെ ബേസ് എസ്റ്റിമേഷൻ ആണ് Na2CO3 എസ്റ്റിമേഷൻ. ആ Na2CO3 ബേസ് എസ്റ്റിമേഷൻ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അതേപോലെ തന്നെയാണ് K2CO3 എസ്റ്റിമേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പൊട്ടാസ്യം കാർബണേറ്റിന്റെ എസ്റ്റിമേഷനും ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ക്വസ്റ്റ്യന് വായിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രൊസീജിയർ എഴുതുന്ന കാര്യവും അതേപോലെ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യത്തെ സെക്ഷനിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ക്ലാസ് വീഡിയോയുടെ രണ്ടാമത്തെ സെക്ഷനിൽ ചെയ്യും. മൂന്നാമത്തെ സെക്ഷനിൽ നമുക്ക് കാൽക്കുലേഷനും നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെന്റ് അനാലിസിസ്, അതായത് NaOHന്റെ എസ്റ്റിമേഷന്റെ കാൽക്കുലേഷൻ ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് Na2CO3 കാൽക്കുലേഷൻ ചെയ്യുന്നത്. എങ്കിലും ഒന്നുകൂടെ കാൽക്കുലേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യിപ്പിക്കാം. കാൽക്കുലേഷൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് തെറ്റത്തില്ല. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് Na2CO3. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് Na2CO3 in the whole of the given solution. അതായത് അവർ തന്നിരിക്കുന്ന സൊല്യൂഷനകത്തുള്ള Na2CO3യുടെ എന്ത് എസ്റ്റിമേറ്റ് ചെയ്യണം? മാസ് എസ്റ്റിമേറ്റ് ചെയ്യണം. അതായത് അവർ തന്നിരിക്കുന്ന സൊല്യൂഷനകത്തുള്ള Na2CO3യുടെ മാസ് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അതാണ് മാസ് എസ്റ്റിമേറ്റ് ചെയ്യണം പറഞ്ഞത്. അതിനുവേണ്ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് H2SO4. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് തന്നിരിക്കുന്ന Na2CO3യുടെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് തന്നിരിക്കുന്നത് ആരെയാണ്? H2SO4 ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ NaOHന്റെ എസ്റ്റിമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് പെർ ലിറ്റർ അറിയാവുന്ന സൊല്യൂഷൻ. അതായത് ഒരു ലിറ്ററിനകത്ത് എത്ര ഗ്രാം ഉണ്ട്, അതിന് എത്ര മാസ് ഉണ്ട്, അത് എത്ര ഗ്രാം ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന സൊല്യൂഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് H2SO4 ആണ്. അതായത് സൾഫ്യൂരിക് ആസിഡ്. ആ സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു ലിറ്ററിൽ എത്ര ഗ്രാം ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 5 ഗ്രാം. അതാണ് 5 ഗ്രാം പെർ ലിറ്റർ. നമുക്ക് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് Na2CO3 എന്ന് പറഞ്ഞ ബേസ് ആണ്. ബേസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് തരുന്നത് ആസിഡ് ആണ് തരുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നിരിക്കുന്ന ആസിഡ് ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ആ സൾഫ്യൂരിക് ആസിഡിന്റെ മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത് 5 ഗ്രാം പെർ ലിറ്റർ. ക്ലിയർ ആയല്ലോ? നമുക്ക് ഈ പ്രൊസീജിയർ എഴുതാൻ വേണ്ടി ഒന്ന് ബ്രീഫ് ആയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഇക്വേഷനും കൂടെ ഈ സെക്ഷനിൽ എടുക്കും. അടുത്ത സെക്ഷൻ, ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ക്ലാസ് എടുക്കുന്നതാണ്? ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കുന്നതാണ്.
അന്നേരം ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന സൊല്യൂഷൻ ആരാണ്? Na2CO3. എപ്പോഴും എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമുക്ക് തരുന്നത് ഇങ്ങനെ ചെറിയൊരു ബോട്ടിലാണ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ തരുന്നത്. ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആരാണ്? Na2CO3 ആണ്. ഈ ചെറിയ ബോട്ടിലിൽ അവർ തന്നിരിക്കുന്ന സൊല്യൂഷൻ ആരാണ്? Na2CO3. നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അവര് തന്നിരിക്കുന്ന ഈ Na2CO3 സൊല്യൂഷനെ എത്ര ml ആക്കി മേക്ക് ചെയ്യണം? 100 ml ആക്കി മേക്ക് ചെയ്യുക. നമ്മൾ 100 ml ആക്കി മേക്ക് ചെയ്യുന്നത് എന്ത് ഫ്ലാസ്കിലാണ്? സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണ് നമ്മൾ 100 ml ആക്കി എന്ത് ചെയ്യുന്നത്? മേക്ക് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് പ്രൊസീജിയറിന്റെ പോയിന്റ് എന്ന് പറയുന്നത് the given Na2CO3 solution is made up to 100 ml in a standard flask. അത് മേക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്. അത് എളുപ്പം ഒന്ന് പറയാം. നമ്മൾ ഈ സൊല്യൂഷന് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുക. ബാക്കി നമ്മൾ അതെങ്ങനെയാ ചെയ്യുന്നത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. ബാക്കി എന്ത് ചെയ്യുന്നു? വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ ഈ 100 ml മാർക്കിൽ കൊണ്ട് നിർത്തുക. അത് ഇത്രയുമല്ല 100 ml എന്ന് പറയുന്നത്. നമുക്ക് ഈ ഓരോ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിനും ഈ തിന്നർ പോർഷൻ ഉണ്ടല്ലോ, ഈ കനം കുറഞ്ഞ പോർഷന് അവിടെ ഒരു മാർക്കിംഗ് കാണും. ആ മാർക്കിംഗ് വരെ ആക്കുന്നതാണ് എത്ര ml എന്ന് പറയുന്നത്? 100 ml. കാരണം മാർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ വീഡിയോയില് ഈ ഒരു പോർഷനിൽ ഇവിടെ മാർക്കിംഗ് വരുന്നത്. നമ്മൾ ആ തന്നിരിക്കുന്ന Na2CO3 സൊല്യൂഷനെ നമ്മൾ എത്ര ml ആക്കി മേക്ക് ചെയ്തു? 100 ml ആക്കി മേക്ക് ചെയ്തു. അതാണ് നമ്മുടെ പ്രൊസീജിയറിൽ എഴുതുന്ന ആദ്യത്തെ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ഈ 100 ml ആക്കിയ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ 20 ml പിപ്പറ്റ് ചെയ്യണം. 100 ml ആക്കിയ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ എത്ര ml പിപ്പറ്റ് ചെയ്യുന്നു? 20 ml പിപ്പറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ 20 ml പിപ്പറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ പിപ്പറ്റ് ചെയ്ത 20 ml നമ്മൾ എന്തിലോട്ട് ഒഴിക്കുന്നു? കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു. ആദ്യം നമ്മുടെ Na2CO3 സൊല്യൂഷനെ 100 ml ആക്കി. ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 100 ml നിന്ന് 20 ml നമ്മൾ പിപ്പറ്റ് ചെയ്തു. ആ 20 ml പിപ്പറ്റ് ചെയ്തിട്ട് ആ 20 ml പിപ്പറ്റ് ചെയ്ത സൊല്യൂഷന് നമ്മൾ എന്ത് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു? കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു. അത്രയും ക്ലിയർ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. നമ്മൾ ഇൻഡിക്കേറ്റർ ചൂസ് ചെയ്യുന്നത് ഞാൻ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ തന്നെ പറഞ്ഞായിരുന്നു. NaOHO KOHO വരികയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിന്. NaOHO KOHO നമ്മുടെ ക്വസ്റ്റ്യനകത്ത് NaOHO KOHO വരികയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ആരാണ്? ഫിനോഫ്തലിനാണ്. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് Na2CO3 K2CO3 വരുമ്പോൾ Na2CO3 K2CO3 വരുമ്പോൾ ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച് ആണ്. നമ്മൾ ഈ പിപ്പറ്റ് ചെയ്ത സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ. നമ്മൾ എന്ത് ആഡ് ചെയ്യണം? മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 20 ml പിപ്പറ്റ് ചെയ്ത സൊല്യൂഷനിലേക്ക് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ ഒരു ഗോൾഡൻ യെല്ലോ കളർ കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണം ഇത്രയും പ്രൊസീജിയർ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അത്രയൊന്നും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നിടം വരെ ഉള്ള പ്രൊസീജിയർ നമുക്ക് ഒന്നുകൂടെ പറയാം. കാരണം ഈ രീതിയിൽ വേണം എക്സാമിനേഷൻ നിങ്ങൾ പ്രൊസീജിയർ എന്ത് ചെയ്യാൻ വേണ്ടിയാ എഴുതാൻ. The given Na2CO3 solution is made up to 100 ml in a standard flask. The 20 ml of Na2CO3 solution is pipetted into a conical flask. 2 drops of methyl orange indicator is added. Indicator വരെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവർ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആരാ? H2SO4. നമ്മുടെ ഒരു ബീക്കറിനകത്താണ് ഞാൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള H2SO4 എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ തരുന്ന കുറച്ചൊരു വലിയ റിയേജന്റ് ബോട്ടിലായിരിക്കും സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ തരുന്നത്. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എടുത്തിരിക്കുന്നത് എവിടെയാണ്? ഒരു ബീക്കറിനകത്താണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എടുത്തിരിക്കുന്നത്. ഈ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എവിടെ ഫില്ല് ചെയ്യണം? ബ്യൂററ്റില് ഫില്ല് ചെയ്യണം. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എവിടെ ഫില്ല് ചെയ്യണം? ബ്യൂററ്റിൽ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് വെച്ചിരുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, അതായത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നിന്ന് 20 ml എടുത്തു, അതിന്റെ 20 ml Na2CO3 സൊല്യൂഷൻ എടുത്തു, അതിന്റെ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്തു. ആ സൊല്യൂഷനെ നമ്മൾ എന്ത് വെച്ച് ടൈട്രേറ്റ് ചെയ്യണം? ഈ ബ്യൂററ്റിൽ എടുത്തേക്കുന്ന സ്റ്റാൻഡേർഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ടൈട്രേറ്റ് ചെയ്യുക. നമുക്ക് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻഡ് പോയിന്റ് വരുന്നത് ഇവിടുത്തെ ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് റെഡ് കളറായിട്ട് മാറുന്നു. ഗോൾഡൻ യെല്ലോ കളർ എന്തായിട്ട് മാറുന്നു? ഓറഞ്ച് റെഡ് കളറായിട്ട്
മാറുന്നു. അതാണ് നമ്മൾ അവിടുത്തെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ മാത്രം സമയം ഉണ്ടെങ്കിൽ ഒരു സെന്റൻസ് കൂടെ എഴുതിക്കോണം. ടൈട്രേഷൻസ് ആർ റിപ്പീറ്റഡ് till concordant values are obtained. ടൈട്രേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എന്ത് വാല്യൂ കിട്ടുന്നിടം വരെയാ? കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നിടം വരെ. അതായത് ആദ്യം ഒന്ന് ടൈട്രേറ്റ് ചെയ്തു, അതേപോലെ രണ്ടാമത് നമുക്ക് ടൈട്രേറ്റ് ചെയ്യണം. നമുക്ക് ഒരേപോലെ വാല്യൂ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? വരാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈട്രേഷൻ വാല്യൂ 20.1 ആണെങ്കിൽ സെക്കൻഡ് ടൈട്രേഷന്റെ വാല്യൂ എത്ര തന്നെ വരണം? 20.1 തന്നെ വരണം. കൺകോർഡന്റ് ഒരേപോലെ തന്നെ വരണം, രണ്ട് ടൈട്രേഷൻ ആണെങ്കിൽ. അന്നേരം ഇതിങ്ങനെ രണ്ട് ടൈട്രേഷൻ ഒരേപോലെ വാല്യൂ വന്നില്ലെങ്കിൽ ഒരുപോലത്തെ വാല്യൂ നമ്മൾ എഴുതാവുള്ളൂ, എന്നാലേ നമുക്ക് മാർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടത്തുള്ളൂ. ഇപ്പൊ ആദ്യത്തെ 20.1 ആ, രണ്ടാമത്തെ 20.2 ആന്ന് വെച്ചു. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ രണ്ട് ടൈട്രേഷൻ ചെയ്തത് ഏതാണോ കറക്റ്റ് ആയിട്ട് കിട്ടിയ ടൈട്രേഷൻ. ഇപ്പൊ 20.2 ആണെങ്കിൽ 2 വെട്ടവും 1 ഉം 2 ഉം ട്രൈ എത്ര എഴുതുക? 20.2 തന്നെ അങ്ങ് എഴുതുക. ക്ലിയർ ആയല്ലോ? നമുക്ക് പ്രൊസീജിയർ എഴുതുന്ന ക്ലിയർ ആയി. ഒന്നുകൂടെ പ്രൊസീജിയർ പറഞ്ഞിട്ട് അതിന് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ. The given Na2CO3 solution is made up to 100 ml in a standard flask. The 20 ml is pipetted into conical flask. The 2 drops of Na2CO3 solution will indicate 2 drops of methyl orange indicator is added. It is titrated against the standard H2SO4 taken in the burette. At the end point golden yellow color changes to orange red. ഇവിടുത്തെ നമ്മുടെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ യെല്ലോ കളർ എന്തായിട്ട് മാറുന്നു? ഓറഞ്ച് റെഡ് ആയിട്ട് മാറുന്നു. ടൈട്രേഷൻസ് ആർ റിപ്പീറ്റഡ് till concordant values are obtained. ടൈട്രേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എന്ത് വാല്യൂ കിട്ടുന്നിടം വരെയാ? കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നിടം വരെ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഇനി നമുക്ക് പ്രൊസീജിയർ ഇത്ര എഴുതിയാൽ പോരാ, പ്രൊസീജിയർ വിത്ത് ഇക്വേഷൻ അത്രയും കൂടെ പ്രൊസീജിയർ ഇക്വേഷൻ കൂടെ എഴുതിയാലേ നമുക്ക് 3 മാർക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ബേസ് ആരാ? Na2CO3, ആസിഡ് ആരാ? സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് നമ്മളിവിടെ സോഡിയവും SO4, സോഡിയവും സൾഫ്യൂരിക് ആസിഡിനകത്ത് സൾഫേറ്റ് ആയിട്ടുള്ള SO4 കൂടെ സോഡിയം സൾഫേറ്റ് ആയിട്ടുള്ള Na2SO4 ആയിട്ട് മാറും. സോഡിയം സൾഫേറ്റ് ആയിട്ട് മാറും. ക്ലിയർ ആയി? അതേപോലെ തന്നെ നമുക്കറിയാം ഏതൊരു ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്നത്, ഏതൊരു ആസിഡ് ആയിക്കോട്ടെ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഏതൊരു കാർബണേറ്റും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലിബറേറ്റ് ചെയ്യും, CO2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അതിന്റെ കൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? വാട്ടറും കിട്ടുന്നു. ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നു? വാട്ടറും കിട്ടുന്നു. ശരിക്കും ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ തന്നെ. ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമുക്ക് ന്യൂട്രലൈസേഷൻ ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും കിട്ടുന്നു. ഇവിടുത്തെ സോൾട്ട് ആണ് Na2SO4 സോഡിയം സൾഫേറ്റ് പ്ലസ് വാട്ടർ. അഡീഷണൽ ആയിട്ട് ഇവിടുത്തെ ബേസ് കാർബണേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. ഇത്തരം ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായി, പ്രൊസീജിയർ എഴുതാൻ ക്ലിയർ ആയി, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. നമ്മൾ ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ത് ക്ലാസ് എടുക്കാം? ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാവേ. വോളിയോമെട്രിക് അനാലിസിസിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ ബ്രീഫ് ആയിട്ട് ചെയ്യുന്നത് പറഞ്ഞു തരികയും ചെയ്തു. എന്തെഴുതാൻ വേണ്ടിയാണ്? പ്രൊസീജിയർ എഴുതാൻ വേണ്ടി. നമ്മൾ ഈ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്ത പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നമ്മളിപ്പം ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ബേസ് എന്ന് പറയുന്നത് Na2CO3 ആയിട്ടുള്ള സോഡിയം കാർബണേറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് ചെയ്യണം. അങ്ങനെ സോഡിയം കാർബണേറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4. ആ H2SO4ന്റെ മാസ് പെർ ലിറ്റർ വാല്യൂ തന്നു 5 gram per liter. നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ തുടങ്ങാം? ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ തുടങ്ങാം.
നമ്മൾ ആദ്യം ചെയ്യുന്നത് അവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ തന്നതാണ് ആ ചെറിയ ബോട്ടിലുള്ള സൊല്യൂഷന്. ഇവിടെ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ്, എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആരാ? Na2CO3. ഈ സൊല്യൂഷൻ ആണ് Na2CO3. ഈ സൊല്യൂഷന് നമ്മൾ എത്ര ml ആക്കി മേക്ക് ചെയ്യുന്നു? 100 ml ആക്കി സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് മേക്ക് ചെയ്യുന്നു. ഏത് സൊല്യൂഷൻ ആണോ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള, ആ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷനെ നമ്മൾ 100 ml ആക്കി എന്ത് ഫ്ലാസ്ക് മേക്ക് ചെയ്യുക എന്നുള്ളത്, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. നമുക്ക് അങ്ങോട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് NaOHന്റെ ക്വസ്റ്റ്യന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കുന്നു, ഫണലും ഗ്ലാസ് റോഡും ഉപയോഗിച്ച് നമ്മൾ ഈ 20 ആ തന്നിരിക്കുന്ന സൊല്യൂഷന് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള NaOH സൊല്യൂഷൻ ചെയ്തോളൂ. എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള NaOH സൊല്യൂഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഗ്ലാസ് റോഡിലൂടെ നമ്മൾ ആ സൊല്യൂഷൻ ഡ്രോപ്പ് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒഴിക്കുന്നു. നമ്മൾ ഈ ഗ്ലാസ് റോഡിലൂടെ ഒക്കെ ഒഴിക്കാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ എസ്റ്റിമേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന സൊല്യൂഷൻ ഒരു ഡ്രോപ്പ് പോലും വെളിയിലോട്ട് പോകരുത്. അത്രയും അവർ തന്നിരിക്കുന്ന ഒറ്റ ഡ്രോപ്പ് പോലും കളയാൻ നമുക്ക് അത് എങ്ങോട്ട് മേക്ക് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് എന്ത് ചെയ്യണം? മേക്ക് ചെയ്യണം. അത് ഒഴിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒരു വട്ടവും കൂടെ ഒന്ന് കഴുകി എന്ത് ചെയ്യുക? ഒഴിക്കുക. അതിനെ ഗ്ലാസ് റോഡ് വെളിയിലോട്ട് എടുക്കരുത്, ആ ഫണലിൽ തന്നെ അങ്ങനെ ഇടണേ. ഒറ്റ വെട്ടം, അത്രയും വെള്ളം മതി. അത്രയും നമ്മൾ ഇത് ഏകദേശം കുറച്ച് വെള്ളം എടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്നുകൂടെ ഒന്ന് എന്ത് ചെയ്യുക? ഒഴിക്കുക. കഴുകി ഒഴിച്ച് ഒത്തിരി സമയം കളയരുത്, നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതാണ്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്ലാസ് റോഡും ആ ഫണലും അങ്ങ് എന്ത് ചെയ്യണം? കഴുകി ഒഴിച്ചിട്ട് ഫണലും ഗ്ലാസ് റോഡും ഒക്കെ മാറ്റുക. പിന്നെ ഗ്ലാസ് റോഡ് നമ്മൾ വാഷ് ചെയ്തു, ഗ്ലാസ് റോഡ് മാറ്റി. ഇതിന് ചുറ്റിന് ഫണലിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, കാരണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു ഡ്രോപ്പ് വല്ലോ NaOH ആ ഗ്ലാസ് റോഡിലോ ആ ഫണലിലോ ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് എന്ത് ചെയ്യുകയാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എത്ര ml ആക്കി മാറ്റുന്നു? 100 ml ആക്കി. കാരണം നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിനകത്ത് ഇവിടാണ് നമ്മുടെ ആ മാർക്കിംഗ് വരെ വെള്ളം ഒഴിച്ച് 100 ml ആക്കുന്നു. നമ്മൾ ഈ ബൾജ് ചെയ്യുന്ന പോർഷൻ വരെ നമുക്ക് കുറച്ച് സ്പീഡിൽ അങ്ങ് ഒഴിക്കാം, പ്രശ്നമില്ല. പക്ഷെ ഈ കനം കുറഞ്ഞ പോർഷൻ വരുമ്പോൾ ഡ്രോപ്പ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ഒഴിച്ചു വേണം നമ്മൾ എത്ര ml ആക്കേണ്ടത്? 100 ml ആക്കേണ്ടത്. കാരണം ആ കനം കുറഞ്ഞ പോർഷൻ വളരെ പെട്ടെന്ന് നമ്മുടെ വോളിയം മുകളിലോട്ട് റൈസ് ചെയ്യും. അതിൽ ഒത്തിരി സ്പീഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മാർക്കിങ്ങിന് മുകളിലോട്ട് പോകും. അങ്ങനെ മാർക്കിങ്ങിന് മുകളിലോട്ട് പോകരുത്, മാർക്കിൽ തന്നെ നിൽക്കണം. നമ്മൾ ഇത് എത്ര ml ആക്കി? 100 ml ആക്കി. നമ്മളിങ്ങനെ ഓരോ ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ വാഷ് ബോർഡിൽ ഓരോ ഡ്രോപ്പ് വീഴുന്ന രീതിയിൽ നമ്മൾ ആക്കുന്നു. കാരണം കുറച്ചിങ്ങനെ വെള്ളം കളയുമ്പോൾ ഡ്രോപ്പ് ആവും. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ എത്ര ml ആയി? 100 ml ആയിട്ട് മാറി. സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് നമ്മൾ എത്ര ml സൊല്യൂഷൻ മേക്ക് ചെയ്തു? 100 ml സൊല്യൂഷൻ മേക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യണം. ഇൻവേർട്ട് ചെയ്ത് തന്നെ ഷെയ്ക്ക് ചെയ്യുക. ഇൻവേർട്ട് ചെയ്ത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ചില സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഇങ്ങനെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുമ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രൊസീജിയറിന്റെ ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയി. The given Na2CO3 solution is made up to 100 ml in a standard flask. അത്രയും ക്ലിയർ ആയി. നമ്മൾ അടുത്ത് ചെയ്യുന്നത് എങ്ങനെയാ? ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലുള്ള സൊല്യൂഷനിൽ നിന്ന് എത്ര ml പിപ്പറ്റ് ചെയ്യുക? 20 ml പിപ്പറ്റ് ചെയ്ത് എന്ത് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുക? കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുക. അതാണ് പ്രൊസീജിയർ രണ്ടാം എഴുതേണ്ടത്. 20 ml Na2CO3. The 20 ml Na2CO3 solution is pipetted into എന്ത് ഫ്ലാസ്ക് ആണ്? കോണിക്കൽ ഫ്ലാസ്ക്. നമ്മൾ 20 ml പിപ്പറ്റ് ചെയ്ത് എന്ത് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുക? കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു. പിപ്പറ്റ് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഒരു മാർക്കിംഗ് ആണ് 20 ml. ആ 20 ml വരെ കറക്റ്റ് പിപ്പറ്റ് ചെയ്ത്. കാരണം പിപ്പറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ചില സ്കൂളുകൾ പിപ്പറ്റ് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞ പോലെ മെഷറിംഗ് ജാറോ ടെസ്റ്റ് ട്യൂബ് ഉപയോഗിക്കുക. ആ 20 ml പിപ്പറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു? കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു. ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഞാൻ നേരത്തെ പറഞ്ഞ NaOH KOH ആണ് ഇൻഡിക്കേറ്റർ എങ്കിൽ NaOH KOH
എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ബേസ് NaOH KOH ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിനാണ് എൻ പോയിന്റ് പിങ്ക് ടു കളർലെസ്. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ബേസ് Na2CO3 K2CO3 ആണെങ്കിൽ Na2CO3 K2CO3 ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിനല്ല. Na2CO3 K2CO3 വരുമ്പോൾ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് മീത്തൈൽ ഓറഞ്ച്. മീത്തൈൽ ഓറഞ്ച് എടുക്കുമ്പോൾ ആ എൻ പോയിന്റ് വരുന്ന ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ്. മറക്കല്ല, NaOH KOH ഫിനോഫ്തലിന് Na2CO3 K2CO3 മീത്തൈൽ ഓറഞ്ച്. മീത്തൈൽ ഓറഞ്ച് ആകുമ്പോൾ ഞാൻ എൻ പോയിന്റ് കഴിഞ്ഞ ദിവസത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണിച്ച ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ്. നമുക്കിനി ഇവിടെ എന്തൊഴിക്കാം, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന മീത്തൈൽ ഓറഞ്ച്. മീത്തൈൽ ഓറഞ്ച് 2 ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡൻ യെല്ലോ കളർ കിട്ടും. സൊല്യൂഷനിലേക്ക് നോക്കുക. നമുക്ക് 2 ഡ്രോപ്പ് ആഡ് ചെയ്യാം. ഇപ്പം എന്ത് കളറായി സൊല്യൂഷൻ? ഗോൾഡൻ യെല്ലോ കളർ. ഈ ഗോൾഡൻ യെല്ലോ കളർ എൻ പോയിന്റിൽ എന്തായിട്ട് മാറണം? ഓറഞ്ച് റെഡ് ആയിട്ട്. ഗോൾഡൻ യെല്ലോ കളർ എൻ പോയിന്റ് എന്തായിട്ട് മാറുക? ഓറഞ്ച് റെഡ് ആയിട്ട് മാറുക. നമ്മുടെ ഇൻഡിക്കേറ്റർ വരെ ഒഴിച്ചു. എന്നാൽ നമ്മുടെ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ചെയ്തു. The given Na2CO3 solution is made up to 100 ml in a standard flask. The 20 ml is pipetted into a conical flask. The 2 drops of methyl orange indicator is added. Clear right? ഇനി അടുത്തത് നമ്മുടെ ബ്യൂററ്റിൽ ഫിൽ ചെയ്യുക. നമ്മുടെ ബ്യൂററ്റിൽ ആരെ ഫിൽ ചെയ്യണം? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള H2SO4 ഫിൽ ചെയ്യണം. ഇവിടെ സ്റ്റാൻഡേർഡ് സൾഫ്യൂരിക് ആസിഡ് ബീക്കർ എടുത്തിട്ടുണ്ട്, അത് ബ്യൂററ്റിൽ ഫിൽ ചെയ്യുക. ഇതെല്ലാം വാഷ് ചെയ്ത ബ്യൂററ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഡയറക്റ്റ് നമ്മളത് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബ്യൂററ്റ് റിൻസ് ചെയ്ത് കളയുക. അത് നമ്മുടെ ഇത് വെച്ച് വെള്ളം വെച്ച് റിൻസ് ചെയ്യേണ്ട. നമ്മള് ആസിഡ് അവർ നന്നേക്കുന്ന ആസിഡ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ആസിഡ് സൾഫ്യൂരിക് ആസിഡ്, അത് ഒഴിച്ച് തന്നെ റിൻസ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ബ്യൂറോ സ്റ്റാൻഡ് സെന്ററിലോട്ട് വെച്ച് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എളുപ്പം, കുറച്ചുകൂടെ വിസിബിൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ബ്യൂററ്റ് ഫിൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടം വരെ നമുക്ക് എത്ര ml ആണെന്ന് ഞാൻ പറഞ്ഞേ? 0 ആണ്. 0 to 50 ആണ് റീഡിങ് വരുന്നത്. ആ കറക്റ്റ് 0 കൊണ്ട് നിർത്തരുത്, കുറച്ചുകൂടെ മുകളിലോട്ട് അങ്ങ് ഒഴിക്കുക. എന്നിട്ട് താഴത്തെ നമ്മുടെ ആ നോബ് ക്ലോസ് ചെയ്ത് വെച്ചോണ്ട് ആ ബ്യൂററ്റ് നമ്മൾ ഫില്ല് ചെയ്ത് നോബ് ക്ലോസ് ചെയ്ത് വെച്ചോണ്ട് ആ കറക്റ്റ് 0 റീഡിങ് എത്തുമ്പോ അവരവരുടെ ഹൈറ്റ് വെച്ച് നമ്മുടെ ഐലൈൻ നമ്മുടെ കണ്ണിന് നേരെ പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി. നമ്മൾ ബ്യൂററ്റ് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് HCl അല്ല, സൾഫ്യൂരിക് ആസിഡ്, സ്റ്റാൻഡേർഡ് സൾഫ്യൂരിക് ആസിഡ് ബ്യൂററ്റിൽ ഫില്ല് ചെയ്തു. ഇത് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നു. എൻ പോയിന്റ് ഏതാ മറക്കരുത്? ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ്. മീഥൈൽ ഓറഞ്ച് ആയതുകൊണ്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നു. ശ്രദ്ധിച്ചിരിക്കണേ. പിന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ സൊല്യൂഷനിലേക്ക് നോക്കുക. നമുക്ക് ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ് വരുന്നത് നോക്കണം. ഞങ്ങൾ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ കളർ ചേഞ്ച് കേട്ടോ. എൻ പോയിന്റ് ആകാറാവുന്നു. നമ്മുടെ ആ ഗോൾഡൻ യെല്ലോ കളർ എന്തായിട്ട് മാറി?
ഓറഞ്ച് റെഡ് ആയിട്ട് മാറി. അങ്ങനെ ആ ഒരു ഡ്രോപ്പിൽ തന്നെ, കാരണം ആ കളർ ചേഞ്ച് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ബ്യൂററ്റിനെ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രോപ്പ് വൈസ് ആയിട്ടേ നമ്മുടെ ആസിഡ് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് എത്തിയാവുള്ളൂ, ഒഴിക്കാവുള്ളൂ. ഇവിടെ ഗോൾഡൻ യെല്ലോ കളർ എന്തായിട്ട് മാറുന്നു? ഓറഞ്ച് റെഡ് കളറായിട്ട് മാറുന്നു. നമുക്ക് എൻ പോയിന്റ് കിട്ടി. ഇത് നമ്മൾ ബ്യൂററ്റ് എടുത്തിട്ട് റീഡിങ് നോക്കുക. ബ്യൂററ്റില് നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് റീഡിങ് വന്നേക്കുന്നത് 21 എന്നാണ് വന്നേക്കുന്നത്. ബ്യൂററ്റ് റീഡിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര വന്നേക്കുന്നത്? 21 ആണ് കറക്റ്റ് ആയിട്ട് ബ്യൂററ്റ് റീഡിങ് വന്നേക്കുന്നത്. ഫസ്റ്റ് ട്രയലില് നമുക്ക് ബ്യൂററ്റിനകത്ത് റീഡിങ് വന്നേക്കുന്നത് എത്രയാണ്? 21 ആണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താ? ഇതങ്ങ് കളയുക. നമ്മുടെ എൻ പോയിന്റ് കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് ഈ സൊല്യൂഷൻ കളയുക. ഇത് ജസ്റ്റ് ഒന്നുകൂടെ കഴുകുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടുത്തെ ഓൾറെഡി ഇപ്പൊ 2 കോണിക്കൽ ഫ്ലാസ്ക് ഉള്ളതാണ് ഞങ്ങൾ അടുത്ത കോണിക്കൽ ഫ്ലാസ്ക് എടുത്ത് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരെണ്ണേ കിട്ടത്തുള്ളൂ. അതായത് നിങ്ങൾ ഇത് കളഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നിന്ന് എത്ര ml എടുക്കണം? 20 ml പിപ്പറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യണം. നമ്മൾ 20 ml പിപ്പറ്റ് ചെയ്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു. കറക്റ്റ് ആ പിപ്പറ്റിന്റെ ആ ഒരു കറക്റ്റ് മാർക്കിങ്ങിലേക്കാണ് നമ്മൾ 20 ml കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 20 ml പിപ്പറ്റ് ചെയ്യുന്നു. എന്ത് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു? കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നു. ഇനിയും അടുത്തത് ഇൻഡിക്കേറ്റർ മീത്തൈൽ ഓറഞ്ച്. മീത്തൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ 2 ഡ്രോപ്പ് തന്നെ കറക്റ്റ് ആയിട്ട് ഒഴിക്കണം. അടുത്ത നമ്മൾ മീത്തൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഒഴിക്കുന്നു. 2 ഡ്രോപ്പ് ഇൻഡിക്കേറ്റർ നമ്മൾ ഒഴിക്കുന്നു. മീത്തൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഒഴിച്ചപ്പോൾ നമുക്ക് എന്ത് കളർ വന്നു? ഗോൾഡൻ യെല്ലോ കളർ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്യൂററ്റില് ആസിഡ് ഫില്ല് ചെയ്യുന്നു. കാരണം സൾഫ്യൂരിക് ആസിഡ് 0 റീഡിംഗ് ആക്കാൻ വേണ്ടി. കാരണം ആദ്യം നമ്മൾ 21 ml ഫസ്റ്റ് ടൈട്രേഷൻ എടുത്തായിരുന്നല്ലോ. ആ ബ്യൂററ്റില് നമ്മൾ എന്ത് ആസിഡ്? സൾഫ്യൂരിക് ആസിഡ് ഫില്ല് ചെയ്യുന്നു. നമ്മൾ കറക്റ്റ് 0 റീഡിംഗിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈട്രേറ്റ് ചെയ്യുന്നു. നിങ്ങൾ എങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം? നമ്മുടെ സൊല്യൂഷനിലേക്ക് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഗോൾഡൻ യെല്ലോ കളർ എന്തായിട്ട് മാറും? ഓറഞ്ച് റെഡ് ആയിട്ട് മാറും. അതാണ് നമ്മുടെ എൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഒരിക്കലും ബ്യൂററ്റ് റീഡിംഗ് നോക്കിയല്ല ടൈട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സൊല്യൂഷനകത്തെ കളർ നോക്കി വേണം ടൈട്രേറ്റ് ചെയ്യാൻ. നമുക്ക് എൻ പോയിന്റ് ആയി. ആ ഒരു ഡ്രോപ്പിൽ തന്നെ നമുക്ക് ഇവിടെ ഗോൾഡൻ യെല്ലോ കളർ എന്തായിട്ട് മാറി? ഓറഞ്ച് റെഡ് കളറായിട്ട് മാറി. ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് റെഡ് ആയി. നമുക്കിനി അതിന്റെ നമ്മൾ ആദ്യം ചെയ്തതാണ് എൻ പോയിന്റ്. ഇതാണ് ഗോൾഡൻ യെല്ലോ കളർ എന്തായിട്ട് മാറിയേക്കുന്നത്? ഓറഞ്ച് റെഡ് കളറായിട്ട് മാറിയേക്കുന്നത്. നമുക്കിനി അതിനെ ഇനി അടുത്തത് അതിന്റെ റീഡിങ് നോക്കാം. നമുക്ക് ബ്യൂററ്റ് റീഡിങ് രണ്ടാമത്തെ ട്രയലില് രണ്ടാമത് നമ്മൾ ടൈട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ബ്യൂററ്റ് റീഡിങ് കിട്ടിയിരിക്കുന്നത്
21 തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ട്രയലും ബ്യൂററ്റ് റീഡിംഗ് കിട്ടിയത്. ആദ്യം നമ്മൾ ചെയ്ത് ടൈട്രേഷൻ ചെയ്തപ്പോൾ ബ്യൂററ്റ് റീഡിംഗ് 21 തന്നെ ആയിരുന്നു. രണ്ടാമത് നമ്മൾ ടൈട്രേറ്റ് ചെയ്തപ്പോഴും ബ്യൂററ്റ് റീഡിംഗ് എത്ര തന്നെ വന്നിരിക്കുന്നത് 21 തന്നെ വന്നു. ആ രണ്ട് ട്രയലും നമുക്ക് കൺകോർഡന്റ് വാല്യൂ വന്നു. ഇനി രണ്ടാമത്തെ ട്രയൽ വേറൊരു വാല്യൂ വന്നെങ്കിൽ പോലും രണ്ടും സെയിം വാല്യൂ എഴുതാവുള്ളൂ. എന്നാലേ കൺകോർഡന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. നമുക്ക് ഇവിടെ കൺകോർഡന്റ് വാല്യൂ കിട്ടിയിരിക്കുന്ന എത്രയാണ് 21. അതിന്റെ പ്രൊസീജിയർ ക്ലിയർ ആയിരുന്നല്ലോ. അവരാദ്യം നമുക്ക് Na2CO3 സൊല്യൂഷൻ തന്നു. ഇത് നമ്മൾ എത്ര ml ആക്കി മാറ്റി? 100 ml ആക്കി മാറ്റി. അതായത് 100 ml സൊല്യൂഷൻ 20 ml കോണിക്കൽ ഫ്ലാസ്കിലോട്ട് പിപ്പറ്റ് ചെയ്തു. അതിനാണ് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു. അങ്ങനെ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഗോൾഡൻ യെല്ലോ കളർ കിട്ടി. എന്നിട്ട് ബ്യൂററ്റില് സ്റ്റാൻഡേർഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ചു. നമ്മൾ ടൈട്രേറ്റ് ചെയ്തപ്പോൾ ഗോൾഡൻ യെല്ലോ കളർ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഓറഞ്ച് റെഡ് കളർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. എൻ പോയിന്റിലാണ് ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് റെഡ് കളർ ആയിട്ട് ചേഞ്ച് ചെയ്ത് നമ്മൾ ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്തു. എന്ത് വാല്യൂ കിട്ടുന്നിടം വരെ? കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നിടം വരെ. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇതിനെ ബേസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ ഒക്കെ നമ്മുടെ ടേബിൾ ഫോമിൽ ടാബ്ലറ്റുകളൊക്കെ വരച്ചുള്ള കാൽക്കുലേഷൻ നമുക്ക് വീഡിയോയുടെ അടുത്ത സെക്ഷൻ ചെയ്യാവേ. അടുത്തത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ടാബുലർ കോളം വരയ്ക്കുന്നു. ടാബുലർ കോളം വരയ്ക്കുന്നതിന് മുമ്പ് ടാബുലർ കോളത്തിന് മുകളിൽ നമ്മൾ എങ്ങനെ എഴുതണമെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് ആദ്യത്തെ എക്സ്പെരിമെന്റിൽ ഞാൻ പറഞ്ഞു തന്ന ആദ്യം സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എഴുതുക. നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആരായിരുന്നു? H2SO4. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ H2SO4. അത് കഴിഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷന് Na2CO3 കൊടുക്കുക. സ്റ്റാൻഡേർഡ് സൊല്യൂഷന് അത് കഴിഞ്ഞ് ക്രോസ് കൊടുക്കണം, ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഏത് സൊല്യൂഷൻ കൊടുക്കുക? Na2CO3 സൊല്യൂഷൻ, സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റില് ഇൻഡിക്കേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം ഇങ്ങനെ എഴുതുന്നത് നമ്മൾ സൾഫ്യൂരിക് ആസിഡും സോഡിയം കാർബണേറ്റ്, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് നമ്മൾ സോഡിയം കാർബണേറ്റിനെ ടൈട്രേറ്റ് ചെയ്യുന്നു. അതായത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് സോഡിയം കാർബണേറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ആദ്യം സ്റ്റാൻഡേർഡ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള കൊടുക്കാവുള്ളൂ. ബ്രാക്കറ്റില് നമ്മൾ ഇൻഡിക്കേറ്ററിന്റെ പേരും കൂടെ മെൻഷൻ ചെയ്യണം. ബ്രാക്കറ്റിൽ ഇൻഡിക്കേറ്ററിന്റെ പേരും കൂടെ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. ഇവിടെ Na2CO3 ആയതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ ആരാണ്? മീഥൈൽ ഓറഞ്ച്. നമ്മൾ ടാബുലർ കോളം വരയ്ക്കുന്നത് നമ്മൾ ആദ്യത്തെ NaOH എസ്റ്റിമേഷൻ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ടാബുലർ കോളം വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ സീരിയൽ നമ്പർ, കാരണം എത്ര ട്രയൽ എടുക്കുന്നുള്ള സീരിയൽ നമ്പർ നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മൾ 2 പ്രാവശ്യം ടൈട്രേറ്റ് ചെയ്ത് അത് 2 ട്രയലാണ് നമ്മൾ എടുത്തേക്കുന്നത്. സീരിയൽ നമ്പർ അവിടെ 1, 2 എന്ന് കൊടുത്ത് 2 വട്ടം ടൈട്രേറ്റ് ചെയ്തതിന്. അത് കഴിഞ്ഞിട്ടാണ് വോളിയം ഓഫ് Na2CO3. അതായത് വോളിയം ഓഫ് എന്ത് കാർബണേറ്റ് ആണ്? സോഡിയം കാർബണേറ്റ്. ആ വോളിയം ഓഫ് സോഡിയം കാർബണേറ്റിന്റെ യൂണിറ്റ് എന്ത് തന്നെ കൊടുക്കുക? മില്ലി ലിറ്റർ. കാരണം യൂണിറ്റ് നമുക്ക് വോളിയത്തിനകത്ത് ഏത് യൂണിറ്റിലുള്ള വോളിയം എടുക്കുന്നത്? മില്ലി ലിറ്ററിലാണ് എടുക്കുന്നത്. 2 പ്രാവശ്യം നമ്മൾ Na2CO3 പിപ്പറ്റ് ചെയ്തു. 2 പ്രാവശ്യവും Na2CO3 വോളിയം എന്ന് പറയുന്നത് എത്ര ml തന്നെയാണ്? 20 ml തന്നെ. 2 പ്രാവശ്യം നമ്മൾ വോളിയം എത്ര ml കൊടുത്തു? 20 ml കൊടുത്തു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കോളമാണ് എന്ത് റീഡിംഗ് എന്ന് പറയുന്നത്? ബ്യൂററ്റ് റീഡിംഗ്. മൂന്നാമത്തെ കോളത്തിലാണ് നമ്മൾ എന്ത് റീഡിംഗ് കൊടുത്തിരിക്കുന്നത്? ബ്യൂററ്റ് റീഡിംഗ് കൊടുത്തിരിക്കുന്നത്. ആ ബ്യൂററ്റ് റീഡിംഗ് എന്നുള്ള കോളം നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനിഷ്യലും ഫൈനലും. ബ്യൂററ്റ് റീഡിംഗ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗും ഫൈനൽ ബ്യൂററ്റ് റീഡിംഗും. നമ്മുടെ ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗ് നമ്മൾ 2 വട്ടം ടൈട്രേറ്റ് ചെയ്യുമ്പോഴും ആ ബ്യൂററ്റ് റീഡിംഗ്, ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗ് നമ്മൾ എത്ര ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്? 0 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം 2 വട്ടം ടൈട്രേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ ബ്യൂററ്റ് റീഡിംഗ്, ആ ഇനിഷ്യൽ റീഡിംഗ് എത്ര ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്? 0 ആയിട്ട്. ഈ ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ടൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ബ്യൂററ്റിൽ നിന്ന് കിട്ടുന്ന ആ വോളിയമാണ് ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ കേസിൽ നമ്മൾ 2 വട്ടം ടൈട്രേറ്റ് ചെയ്തപ്പോഴും ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് നമുക്ക് കിട്ടിയ എത്രയായിരുന്നു? 21 ആണ്. 2 വട്ടം ടൈട്രേറ്റ് ചെയ്ത സമയത്തും ഫൈനൽ ആയിട്ടുള്ള ബ്യൂററ്റ് റീഡിംഗ് നമുക്ക് കിട്ടിയേക്കുന്നത് എത്ര തന്നെയാണ്? 21 തന്നെ. ഈ ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ കൺകോർഡന്റ് ആയിട്ട് എഴുതണം. ഇപ്പൊ നിങ്ങൾ 2 പ്രാവശ്യമേ 2 ട്രയലേ ചെയ്യുന്നുള്ളെങ്കിൽ ഈ 2 ട്രയലും സെയിം വാല്യൂ തന്നെ എഴുതണം, മാറ്റി എഴുതല്.
നമ്മൾ 2 വട്ടം ടൈട്രേറ്റ് ചെയ്തു. അങ്ങനെ 2 വട്ടം ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രയല് നമ്മുടെ ആ ഫൈനൽ ബ്യൂറോട്ട് റീഡിംഗ് സെയിം വാല്യൂ കൊടുക്കാവുള്ളൂ, 21 തന്നെ കൊടുക്കാവുള്ളൂ. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 21 കിട്ടി, 20.7 കിട്ടി, 21 20.7. അങ്ങനെ 21 20.7 എഴുതി വെക്കരുത്. ഈ 2 ടൈട്രേഷൻ നിങ്ങളായിരുന്നു. 21 കിട്ടിയപ്പോൾ ടൈട്രേറ്റ് ചെയ്ത് നിങ്ങളാ, 20.7 കിട്ടിയപ്പോൾ ടൈട്രേറ്റ് ചെയ്ത് നിങ്ങളാ. അതിനെ ഒന്നുകൂടെ ചെയ്യുക. അതിന് സമയമില്ലെങ്കിൽ ഈ 2 വാല്യൂവിനകത്ത് നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് വിശ്വാസമുള്ള വാല്യൂ, അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത ട്രയലിന്റെ വാല്യൂ ഏതാണോ ആ വാല്യൂ സെയിം വാല്യൂ ആയിട്ട് തന്നെ എഴുതുക. 21 എഴുതുക, അല്ലെങ്കിൽ 20.7. 21 2 പ്രാവശ്യം എഴുതുക, അല്ലെങ്കിൽ 20.7 2 പ്രാവശ്യം എഴുതുക. സെയിം വാല്യൂവേ എഴുതാവുള്ളൂ. ക്ലിയർ ആയോ? അങ്ങനെ സെയിം വാല്യൂ വരുന്നതിനെ നമ്മൾ ഈ കൺകോർഡന്റ് വാല്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഇനി നിങ്ങൾക്ക് 3 റീഡിംഗ് സ്കൂളിൽ നിർബന്ധം പറയാം, 3 പ്രാവശ്യം ട്രൈ ചെയ്യണം. ആ 3 പ്രാവശ്യം ട്രൈ ചെയ്യണമെങ്കിൽ അത്രയും സമയം ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും 1 2 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ 3ാമത്തെ ട്രയൽ സെയിം വാല്യൂ ആയിട്ട് എഴുതുക. എന്നിട്ട് ഒന്നാമത്തെ ട്രയലിൽ നമ്മൾ റീഡിംഗ് കൊടുക്കുന്നത് ഈ 2 3 കൺകോർഡന്റ് വാല്യൂ ഉണ്ടല്ലോ, ആ കൺകോർഡന്റ് വാല്യൂവിൽ നിന്ന് ഒരു 0.2 0.3 കൂട്ടി അങ്ങ് എഴുതുക. ഇപ്പൊ 21 ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ 21.3 21.4 എന്ന് കൊടുത്തിട്ട് സെക്കൻഡ് തേർഡ് സെയിം ആയിട്ട് എത്ര തന്നെ കൊടുക്കുക, 21 കൊടുക്കുക. ആദ്യത്തെ സീരിയൽ നമ്പർ, രണ്ടാമത് പിപ്പറ്റ് ചെയ്ത ബേസിന്റെ വോളിയം. ഇവിടെ പിപ്പറ്റ് ചെയ്ത ബേസ് ആരാണ്? Na2CO3. അടുത്ത കോളത്തില് എന്ത് റീഡിംഗ് കൊടുക്കേണ്ടത്? ബ്യൂററ്റ് റീഡിംഗ്. അത് നമ്മൾ ആ ബ്യൂററ്റ് റീഡിംഗ് എന്ന കോളം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിംഗും ഫൈനൽ ബ്യൂററ്റ് റീഡിംഗും. ആ ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് ആണ് നമ്മുടെ ആസിഡിന്റെ വോളിയം ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ആസിഡ് ആരാ? H2SO4. വോളിയം ഓഫ് H2SO4 ml. യൂണിറ്റ് കൊടുക്കണം എന്തെന്നാ? ml എന്നുള്ള യൂണിറ്റ് കൊടുക്കണം. ഇവിടെ Na2CO3 വോളിയത്തിന് യൂണിറ്റ് കൊടുക്കണം, H2SO4 വോളിയത്തിന് യൂണിറ്റ് എത്ര കൊടുക്കുക? ml എന്ന് കൊടുക്കുക. എന്നാണ് ഫൈനൽ റീഡിംഗ് അതുപോലെ എടുത്തങ്ങ് എഴുതുക. ക്ലിയർ ആയി? അതായത് ഇവിടുത്തെ കമ്പോണന്റ് വാല്യൂ എത്ര? 21. ആ 21 അതുപോലെ തന്നെ എടുത്തങ്ങ് എന്ത് ചെയ്യണം? എഴുതണം. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എന്ത് വരയ്ക്കാനാ? കോളം വരയ്ക്കാൻ. അന്നേരം ട്രയൽ നമ്പർ, പിന്നെ ബേസിന്റെ വോളിയം, ബ്യൂററ്റ് റീഡിംഗ് ഇനിഷ്യൽ ഫൈനല്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വോളിയം ഓഫ് ആസിഡ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആസിഡിന്റെ വോളിയം, H2SO4 വോളിയം കൊടുക്കുക. നമുക്ക് ഇനിയും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കാതിരിക്കേണ്ട കാര്യം, Na2CO3 വോളിയം എത്ര ആയിട്ട് എടുക്കണം? 20 ആയിട്ടും. സൾഫ്യൂരിക് ആസിഡ് വോളിയം വരുമ്പോൾ എത്ര ആയിട്ട് എടുക്കുക? 21 ആയിട്ടും എടുക്കുക. നമുക്ക് ഇനിയും അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാവേ. വോളിയോമെട്രിക് അനാലിസിസിന്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതാണോ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ നോർമാലിറ്റി വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ടൈട്രേഷനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് H2SO4. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആരാണ്? H2SO4 സൾഫ്യൂരിക് ആസിഡ്. എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആണ് Na2CO3 സോഡിയം കാർബണേറ്റ്. അതായത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് Na2CO3. ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കണം. നോർമാലിറ്റി ഓഫ് H2SO4, നോർമാലിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈക്വൽ മാസ് പെർ ലിറ്റർ ഓഫ് H2SO4, മാസ് പെർ ലിറ്റർ ഓഫ് H2SO4 ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് H2SO4. സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ നോർമാലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അതുകൊണ്ട് നോർമാലിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈക്വൽ മാസ് പെർ ലിറ്റർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് എന്നുള്ളത്. ഈ മാസ് പെർ ലിറ്റർ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാസ് പെർ ലിറ്റർ വാല്യൂ കറക്റ്റ് ആയിട്ട് എവിടെ തരും? ക്വസ്റ്റ്യനിൽ തരും. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സൾഫ്യൂരിക് ആസിഡിന്റെ മാസ് പെർ ലിറ്റർ വാല്യൂ തന്നിരിക്കുന്നത് 5 ആണ്. കാരണം ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻ എങ്ങനെ തന്നിരിക്കുന്നത്? എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് Na2CO3 in the whole of the given solution. അവർ തന്നിരിക്കുന്ന സൊല്യൂഷനകത്തുള്ള Na2CO3 മാസ് എസ്റ്റിമേറ്റ് ചെയ്യുക. എന്നിട്ട് അവർ പറഞ്ഞു you are provided with a standard solution of sulfuric acid. You are provided with a standard solution of sulfuric acid containing 5 gram per liter. Containing എത്ര? 5 gram per liter. മാസ് per liter of sulfuric acid ആണ് 5 എന്ന് പറയുന്നത്. Divided by
ഇക്വലന്റ് മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വലന്റ് മാസ് എടുക്കുക. സൾഫ്യൂരിക് ആസിഡ് ഇക്വലന്റ് മാസ് എത്രയാണ്? 49. സൾഫ്യൂരിക് ആസിഡ് ഇക്വലന്റ് മാസ് എത്ര? 49. ഞാൻ പറഞ്ഞത് 4 ആസിഡിന്റെയും 4 ബേസിന്റെയും ഇക്വലന്റ് മാസ് അറിഞ്ഞാലേ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇക്വലന്റ് മാസ് ഒരു കാരണവശാലും ക്വസ്റ്റിന് തരത്തില്ല. എന്നാൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കാൽക്കുലേഷൻ മുന്നോട്ട് തെറ്റിപ്പോകും. പിന്നെ സൾഫ്യൂരിക് ആസിഡ് H2SO4 ഇക്വലന്റ് മാസ് എത്രയാണ്? 49. പിന്നെ 5 ഡിവൈഡഡ് ബൈ 49. നമുക്ക് ആൻസർ ഇടുന്ന 0.1020 നോർമൽ. 0.1020 നോർമൽ. നോർമൽ മീൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോർമൽ എന്നുള്ള നോർമാലിറ്റിയുടെ യൂണിറ്റ്. നമുക്ക് 0 പോയിന്റ് ഒക്കെ ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് നിങ്ങൾ ഒരു 4 ഡിജിറ്റ് തന്നെ എടുത്തിരിക്കണം. നമ്മുടെ ആദ്യത്തെ ജോലി കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് നോർമാലിറ്റി കണ്ടുപിടിച്ചു. അടുത്ത ചെയ്യേണ്ടത് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള Na2CO3യുടെ എന്ത് വാല്യൂ കണ്ടുപിടിക്കുക? നോർമാലിറ്റി വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള Na2CO3 എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള Na2CO3യുടെ നോർമാലിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത നമ്മൾ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള Na2CO3യുടെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള H2SO4ന്റെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞാണ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള Na2CO3യുടെ നോർമാലിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Na2CO3യുടെ നോർമാലിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻ ആയിട്ടുള്ള Na2CO3യുടെ നോർമാലിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ നോർമാലിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. അതായത് നോർമാലിറ്റി ഓഫ് Na2CO3 ഇൻറ്റു വോളിയം ഓഫ് Na2CO3. നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ എഴുതണം. N ഓഫ് Na2CO3 എന്നല്ല, നോർമാലിറ്റി ഓഫ് Na2CO3 ഇൻറ്റു വോളിയം ഓഫ് Na2CO3 ഈക്വൽ നോർമാലിറ്റി ഓഫ് H2SO4 ഇൻറ്റു വോളിയം ഓഫ് എന്താണ്? H2SO4. അതായത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ ആയിട്ടുള്ള Na2CO3യുടെ നോർമാലിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ നോർമാലിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും എന്നായിരുന്നേ. ഇത് തന്നെ നമ്മുടെ സ്കൂളിൽ N1 V1 ഈക്വൽ, ചിലപ്പോൾ സ്കൂളിൽ ചെയ്യിപ്പിച്ചത് N1 V1 ഈക്വൽ N2 V2 എന്നായിരിക്കും. അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രശ്നം, ഇത് ഏതാണ് N1, ഏതാണ് V1, ഏതാണ് N2, ഏതാണ് V2 എന്നൊക്കെ നോക്കണം. ഇതാകുമ്പോൾ വേണം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതുക. നമ്മൾ Na2CO3യുടെ നോർമാലിറ്റിയെ Na2CO3യുടെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് H2SO4ന്റെ നോർമാലിറ്റിയെ H2SO4ന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആണ്. ഇവിടെ നിന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട Na2CO3യുടെ നോർമാലിറ്റി വാല്യൂ കണ്ടുപിടിക്കാം. എസ്റ്റിമേറ്റ് ചെയ്യേണ്ട Na2CO3യുടെ നോർമാലിറ്റി വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ Na2CO3യുടെ വോളിയത്തെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നോർമാലിറ്റി ഓഫ് Na2CO3 ഈക്വൽ നോർമാലിറ്റി ഓഫ് H2SO4 ഇൻറ്റു വോളിയം ഓഫ് H2SO4 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് Na2CO3. Clear? Divided by volume of Na2CO3. Normality of H2SO4. Normality of H2SO4 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള H2SO4 നോർമാലിറ്റി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാണ് 0.1020 into വോളിയം ഓഫ് H2SO4. ഈ വോളിയം ഓഫ് H2SO4 എന്ന് പറയുന്നത് H2SO4 എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂററ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ കൺകോർഡന്റ് വാല്യൂ, ബ്യൂററ്റിൽ നിന്ന് ടൈട്രേഷൻ സമയത്ത് നമുക്ക് കിട്ടിയ കൺകോർഡന്റ് വാല്യൂ ആയിട്ടുള്ള 21 ആണ് വോളിയം ഓഫ് എന്തെന്ന് പറയുന്നത് H2SO4 എന്ന് പറയുന്നത്. അതായത് ബ്യൂററ്റിൽ നിന്ന് കിട്ടിയ ബ്യൂററ്റ് റീഡിംഗ്, ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് ആയിട്ടുള്ള കൺകോർഡന്റ് വാല്യൂ ആണ് വോളിയം ഓഫ് H2SO4 21 divided by volume of Na2CO3 Na2CO3 എന്ന് പറയുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്ന ബേസ് ആണ് നമ്മൾ പിപ്പറ്റിൽ എടുത്തേക്കുന്നത്. വോളിയം ഓഫ് Na2CO3 എന്ന് പറയുന്നത് എത്ര ml ആണ്? 20 ml. കാരണം പിപ്പറ്റ് ചെയ്യുന്ന ബേസിന്റെ വോളിയം എപ്പോഴും എത്ര ആയിരിക്കും? 20 ml.
അന്നേരം നോർമാലിറ്റി ഓഫ് H2SO4 ആയിട്ടുള്ള 0.1020 into volume of H2SO4 into 21 divided by volume of Na2CO3 എത്രയാണ് 20. നമുക്കിവിടെ നോർമാലിറ്റി ഓഫ് Na2CO3 അന്നേരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 0.1071 നോർമൽ 0.1071 നോർമൽ. നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡിന്റെ നോർമാലിറ്റി കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സൊല്യൂഷന്റെ നോർമാലിറ്റി കണ്ടുപിടിച്ചു, Na2CO3 നോർമാലിറ്റി കണ്ടുപിടിച്ചു. ആ Na2CO3യുടെ നോർമാലിറ്റിയിൽ നിന്ന് നമുക്കിനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് Na2CO3യുടെ മാസ് പെർ ലിറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. Na2CO3യുടെ മാസ് പെർ ലിറ്റർ, അതായത് മാസ് പെർ ലിറ്റർ ഓഫ് Na2CO3 കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ആ Na2CO3യുടെ മാസ് പെർ ലിറ്ററിൽ നിന്ന് മാസ് ഓഫ് Na2CO3 ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മാസ് ഓഫ് Na2CO3 ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണേ. എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള Na2CO3യുടെ നോർമാലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. Na2CO3യുടെ നോർമാലിറ്റി നമ്മൾ കണ്ടുപിടിച്ചത് 0.1071 നോർമൽ, 0.1071 നോർമൽ എന്നാ കണ്ടുപിടിച്ചത്. Na2CO3യുടെ നോർമാലിറ്റിയിൽ നിന്ന് നമുക്ക് Na2CO3യുടെ മാസ് പെർ ലിറ്റർ വാല്യൂ കണ്ടുപിടിക്കണം. നോർമാലിറ്റിയിൽ നിന്ന് മാസ് പെർ ലിറ്റർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. അതായത് Na2CO3 മാസ് പെർ ലിറ്റർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, മാസ് പെർ ലിറ്റർ ഓഫ് Na2CO3 കണ്ടുപിടിക്കണമെങ്കിൽ Na2CO3 നോർമാലിറ്റിയെ Na2CO3യുടെ ഇക്വലന്റ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Na2CO3 നോർമാലിറ്റി നമുക്കറിയാമല്ലോ. Na2CO3 നോർമാലിറ്റി എത്ര? 0.1071 into equivalent mass of Na2CO3. Na2CO3 equivalent mass എത്ര? 53. ഞാൻ പറഞ്ഞതാണ് ആസിഡിന്റെയും ബേസിന്റെയും equivalent mass നമുക്ക് കാണാതെ അറിയണം. കാരണം ഈ കാൽക്കുലേഷൻ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഇക്വലന്റ് മാസ് 49 ആണെന്നുള്ള കാര്യം നമുക്ക് എടുക്കണമായിരുന്നു. Na2CO3 ഇക്വലന്റ് മാസ് 53 ആണെന്നുള്ള കാര്യം നമ്മൾ തന്നെ എടുക്കണം. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ തരത്തില്ല. ഞാൻ ആദ്യത്തെ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് NaOH എസ്റ്റിമേഷൻ ചെയ്തപ്പം 4 ആസിഡിന്റെയും 4 ബേസിന്റെയും ഇക്വലന്റ് മാസ് പറഞ്ഞു വന്നാൽ അത് കാണാതെ പഠിക്കണം, മറക്കരുത്. നോർമാലിറ്റി ഓഫ് Na2CO3 ഇൻറ്റു ഇക്വലന്റ് മാസ് 53 നമ്മൾ ചെയ്യുമ്പോൾ നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ് ചെയ്യുമ്പോൾ നമുക്ക് Na2CO3യുടെ മാസ് പെർ ലിറ്റർ വാല്യൂ കിട്ടും. Na2CO3 മാസ് പെർ ലിറ്റർ വാല്യൂ ആണ് 5.67. Na2CO3 മാസ് പെർ ലിറ്റർ വാല്യൂ ആണ് 5.67 എന്ന് കിട്ടുന്നത്. മാസ് പെർ ലിറ്റർ ആണ് യൂണിറ്റ് കൊടുക്കുക ഗ്രാം പെർ ലിറ്റർ. Na2CO3 മാസ് പെർ ലിറ്റർ ഓഫ് Na2CO3 നമ്മൾ കണ്ടുപിടിച്ചു. Na2CO3 മാസ് പെർ ലിറ്റർ വാല്യൂ ആണ് 5.67 ഗ്രാം പെർ ലിറ്റർ. ആ Na2CO3യുടെ മാസ് പെർ ലിറ്റർ വാല്യൂ ആയിട്ടുള്ള 5.67 ൽ നിന്ന് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കുന്നതാണ് മാസ് ഓഫ് Na2CO3 ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. മാസ് ഓഫ് Na2CO3 ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. മാസ് ഓഫ് Na2CO3 ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ കാണണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത്. ദ മാസ് ഓഫ് Na2CO3 ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. അവർ തന്നിരിക്കുന്ന Na2CO3 സൊല്യൂഷനകത്ത് Na2CO3 സൊല്യൂഷനകത്തുള്ള മാസ് കണ്ടുപിടിക്കുക. കാരണം മാസ് ഓഫ് Na2CO3 ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന വാല്യൂ കാണണമെങ്കിൽ മാസ് പെർ ലിറ്റർ വാല്യൂവിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Na2CO3 മാസ് പെർ ലിറ്ററിൽ നിന്ന് മാസ് ഓഫ് Na2CO3 ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് പെർ ലിറ്റർ ബൈ 10. മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത് 5.67. മാസ് പെർ ലിറ്റർ എത്രയാണ്? 5.67 ഡിവൈഡഡ് ബൈ 10. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതാണ് 0.567. 5.67 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 0.567 ഗ്രാം. മാസ് ഓഫ് Na2CO3 ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു 0.567 ഗ്രാം. വോളിയോമെട്രിക്കിന്റെ കാൽക്കുലേഷൻ തെറ്റിക്കരുത്. 2 എക്സ്പെരിമെന്റ് നമ്മൾ ഇപ്പം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേഷൻ മെയിൻ ആയിട്ട് 4 സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യം സ്റ്റാൻഡേർഡിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുക. 2 എസ്റ്റിമേറ്റിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുക. 3 എസ്റ്റിമേറ്റിന്റെ നോർമാലിറ്റിയിൽ നിന്ന് എസ്റ്റിമേറ്റ് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കുക. 4 എസ്റ്റിമേറ്റ് മാസ് പെർ ലിറ്ററിൽ നിന്ന് മാസ് ഓഫ്
എസ്റ്റിമേറ്റ് ഇവിടെ Na2CO3 ആയിരുന്നു. മാസ് ഓഫ് ദ എസ്റ്റിമേറ്റ് അതായത് ഇവിടെ Na2CO3 മാസ് ഓഫ് Na2CO3 ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക മാസ് പെർ ലിറ്റർ ബൈ 10 വെച്ച്. ഇനി വോളിയോമെട്രിക് അനാലിസിസിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ രണ്ട് ബേസ് എസ്റ്റിമേഷൻ ചെയ്തു. ഒന്ന് NaOHന്റെ ബേസ് എസ്റ്റിമേഷന് ഫിനോഫ്തൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിച്ച്, രണ്ട് Na2CO3 ബേസ് എസ്റ്റിമേഷന് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിച്ച്. വീഡിയോ എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. തിയറിയുടെ വീഡിയോ കാണുന്നത് സ്കിപ്പ് ചെയ്ത് കാണില്ല, ആദ്യം തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക. ഓക്കെ.